പ്രധാനപ്പെട്ടതാണ് നേരത്തെ സൂചിപ്പിച്ച അമുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത്. സുജയ, നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നമ്മുടെ ഇന്ത്യൻ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 14 അനുസരിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിൽ റൈറ്റ് ടു ഈക്വാലിറ്റി പാലിക്കേണ്ടതല്ലേ? സുപ്രീം കോടതി സോളിസിറ്റർ ജനറലിനോട് ചോദിച്ചത് എന്താ? ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ രണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ ട്രസ്റ്റിൽ അഥവാ ദേവസ്വം ബോർഡിൽ അനുവദിക്കുമോ എന്നല്ലേ? അന്ന് എന്താ സോളിസിറ്റർ ജനറൽ കൃത്യമായ മറുപടി ഇല്ലാതായി പോയത്? അതിന് എന്തൊക്കെയാ സോളിസിറ്റർ ജനറൽ പറയാൻ ശ്രമിച്ചത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അർത്ഥമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ സ്വത്തുക്കൾ മാനേജ് ചെയ്യുന്ന ഒരു ട്രസ്റ്റിൽ, എൻഡോമെന്റിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഈ കാര്യത്തിലും നിങ്ങൾ പറയുന്നത് ലോജിക്കുണ്ട്. അതില്ലെങ്കിൽ ഹിന്ദു സമുദായത്തിന് എങ്ങനെയാണോ സമാനമായ അവകാശങ്ങൾ മുസ്ലിം സമുദായത്തിനുമുണ്ട്. സുജയ്ക്ക് പോലും അതിൽ ഡിസ്പ്യൂട്ടില്ലല്ലോ. അവിടെ വേറൊരു കാര്യം കൂടി കോടതി പറഞ്ഞു കേട്ടോ. ഈ ഛത്തീസ്ഗഡ് സർക്കാർ നിയമ ഭേദഗതി അനുകൂലിച്ച് നിലപാടെടുത്തു. അപ്പോൾ കോടതി പറഞ്ഞത് വഖഫ് നിയമത്തെ എതിർക്കുന്ന ഹൈന്ദവരുമുണ്ട് എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്നുള്ളത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റിനെ ശരിവയ്ക്കുന്ന ചോദ്യങ്ങളല്ലേ സുപ്രീം കോടതി ചോദിച്ചത്? അതുകൊണ്ടല്ലേ പറഞ്ഞത് കേന്ദ്ര വഖഫ് കൗൺസിലിലേക്കോ സ്റ്റേറ്റിന്റെ വഖഫ് ബോർഡിലേക്കോ ഒരു നിയമനവും നിലവിൽ ഈ നിയമ ഭേദഗതി പ്രകാരം മെയ് 5-ാം തീയതി വരെ നടത്താൻ പാടില്ല. കേന്ദ്ര സർക്കാർ അവിടെ മരവിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ വ്യവസ്ഥ മരവിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? മരവിപ്പിച്ചിരിക്കുന്നു. നാളെ മുതൽ ഒരു നിയമനം നടത്താൻ പറ്റില്ല. 8 വേക്കൻസി അവിടെ കിടക്കുക കേന്ദ്ര വഖഫ് കൗൺസിലിൽ. ആ 8 വേക്കൻസികളിലേക്ക് മെയ് 5-ാം തീയതി വരെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. എന്താണെന്നറിയാമോ? ഞാൻ ആ വഖഫ് കൗൺസിലിന്റെ മൊത്തമുള്ള അംഗസംഖ്യ ഒന്ന് പരിശോധിച്ചു. 22 പേരാണ് കേന്ദ്ര വഖഫ് കൗൺസിലുള്ളത്. ആ 22 പേരിൽ 2 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അതിലൊന്ന് ന്യൂനപക്ഷക്ഷേമകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ്. മറ്റൊന്ന് വഖഫിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിയാണ്. ഇവർ രണ്ടുപേരും മുസ്ലിങ്ങളാകണമെന്നൊരു നിർബന്ധവുമില്ല. അവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. 1995 വഖഫ് നിയമം പറയുന്നത് എന്താണെന്നറിയാമോ സുജയ? എല്ലാ വഖഫ് കൗൺസിൽ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണം എന്നുള്ളതാണ്. 2025 വഖഫ് നിയമ ഭേദഗതി പറയുന്നത് എന്താണെന്നറിയാമോ സുജയ? ഈ 22 പേരിൽ 10 പേരൊഴികെ ബാക്കി 12 പേരും അമുസ്ലിങ്ങളാകാം എന്നാണ്. 2 പേർ നിർബന്ധമായും അമുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. ബാക്കി ആൾക്കാരുടെ പേര് ഞാൻ പറയാം. ആരൊക്കെയാണെന്നറിയാമോ? മുസ്ലിങ്ങൾ അല്ലാതെ ആകാൻ പോകുന്നത് ആകെയുള്ള 22 പേരിൽ അമുസ്ലിങ്ങളാവാൻ സാധ്യതയുള്ളത് 2025 അമെൻമെന്റ് ആക്ട് പ്രകാരമുള്ളത് മുസ്ലിങ്ങൾ അല്ലാതെ വരാൻ പോകുന്നത് 2 ലോക്സഭാംഗങ്ങൾ. അവർ മുസ്ലിങ്ങളാകണം നിർബന്ധമില്ല. ഒരു രാജ്യസഭാ MP അവരും മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല പുതിയ ഭേദഗതി പ്രകാരം. ഇനി മുസ്ലിം സംഘടനകളുടെ 2 പ്രതിനിധികൾ അവർ മുസ്ലിങ്ങളാകണമല്ലോ. റൊട്ടേഷൻ വ്യവസ്ഥയിൽ 3 വഖഫ് ബോർഡ് അധ്യക്ഷന്മാർ അവരും മുസ്ലിങ്ങളാകണമല്ലോ. അപ്പൊ 3-2 5 പേര് മുസ്ലിങ്ങൾ. ഇനി മുത്തവല്ലിയുടെ പ്രതിനിധി, അതായത് ഈ വഖഫ് സ്വത്ത് ഉപയോഗിക്കുന്ന ആൾ മുത്തവല്ലി, ആ മുത്തവല്ലിയുടെ പ്രതിനിധിയായിട്ട് വരുന്നത് അത് മുസ്ലിം ആയിരിക്കണമല്ലോ. അപ്പൊ 6 ആയി. അത് കൂടാതെ മുസ്ലിം നിയമത്തിൽ പണ്ഡിതരായിരിക്കുന്ന 3 പേർ, 6 3 9 പേരായല്ലോ. ആ 9 പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയാവുന്ന വിഭാഗം കേന്ദ്ര വഖഫ് കൗൺസിൽ വരിക. ബാക്കിയുള്ളതാരാ? സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ 2 മുൻ ജഡ്ജിമാർ മുസ്ലിങ്ങളായിരിക്കണമെന്നില്ലെന്നേ. ഒരു അഭിഭാഷകൻ, മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട്, മെഡിക്കൽ എന്നീ മേഖലകളിൽ പ്രാവീണ്യമുള്ള 4 പേർ അവരും എന്താകണമെന്നില്ല? മുസ്ലിങ്ങളാകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ 22 പേര് നമ്മൾ കണക്കിലെടുത്ത് നോക്കിയാൽ 10ഓളം പേർ മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യമായി വരിക. ഇതാണ് സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 22 പേരുള്ള കേന്ദ്ര വഖഫ് കൗൺസിലിൽ 10 പേർ മുസ്ലിങ്ങളും 12 പേർ അമുസ്ലിങ്ങളും ആവുന്ന സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു റിലീജിയസ് ബോഡി എന്ന് വിളിക്കാൻ പറ്റുക? നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു മുസ്ലിം ബോഡി എന്ന് വിളിക്കാൻ കഴിയുക? നിങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാവുകയും ന്യൂനപക്ഷം ഹിന്ദുക്കളാവുകയും ചെയ്ത സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം വിചിത്രമായിരിക്കും സുജയ. അതുകൊണ്ടാണ് ആ കണക്കുകൾ ഇന്ന് സുപ്രീം കോടതി നേരിട്ട് പറഞ്ഞത്. അതിന്റെ ഭാഗമായി ഈ വ്യവസ്ഥ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്നുള്ളതാണ് ആദ്യത്തെ വാദം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമുണ്ടല്ലോ, അതാണ് വഖഫ് ബൈ യൂസർ. വഖഫ് ബൈ യൂസറിന്റെ കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞു സുപ്രീം കോടതി. ഏത് മസ്ജിദിന്റെ കാര്യമാണ്? ഡൽഹി ജുമാ മസ്ജിദിന്റെ കാര്യം. ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നത് എന്താണെന്ന് അറിയുമോ സുജയ? 1244-നും 1246-നും ഇടയ്ക്കുള്ള സമയത്താണ്. അതായത് ഷാജഹാന്റെ കാലത്താണ് നിർമ്മിക്കുന്നത്. അതായത് 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഈ ഡൽഹി ജുമാ മസ്ജിദ് ഏത് രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഒരു രജിസ്ട്രേഷൻ പ്രകാരവും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് വഖഫ് ബൈ യൂസറായി ഡൽഹി ജുമാ മസ്ജിദ് സുന്നികളുടെ ഏറ്റവും വലിയ ആരാധനാലയമായി ഇന്ത്യയിൽ നമ്മൾ കരുതിപ്പോകുന്നതാണ്. 17-ാം നൂറ്റാണ്ട് വരെ സുൽത്താനേറ്റിന്റെ വലിയ പ്രതീകാത്മകമായിട്ടുള്ള അവിടെ അധികാരത്തിന്റെ കേന്ദ്രമായിരുന്നു, ആത്മീയ കേന്ദ്രമായിരുന്നു ഡൽഹി ജുമാ മസ്ജിദ്. ആ ഡൽഹി ജുമാ മസ്ജിദിനെ ഇന്നിപ്പോ വഖഫ് ബൈ യൂസർ എടുത്തു കളയുമ്പോൾ നാളെ അത് സർക്കാരിന്റെ ഭൂമിയാണെന്നൊരു കളക്ടർക്ക് സാക്ഷ്യപ്പെടുത്താം. അതിനെ ചുമതലപ്പെടുത്തുന്ന ഒരു കളക്ടർക്ക് സാക്ഷ്യപ്പെടുത്തിയാൽ നാളെ ഡൽഹി ജുമാ മസ്ജിദ് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ വഖഫ് അല്ലാത്ത പ്രോപ്പർട്ടി ആയിട്ട് മാറും. അതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. വഖഫ് ബൈ യൂസർ എന്ന പ്രയോഗം എടുത്തു കളഞ്ഞാൽ ഡൽഹി ജുമാ മസ്ജിദിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കാനുള്ള കാര്യം. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ അജ്മീർ ദർഗയുടെ കാര്യം എന്താകും എന്നുള്ളതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 1923 ഈ വഖഫ് നിയമം വരുമ്പോൾ
1923 തന്നെ വഖഫ് എന്നുള്ളത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ 1925 വരെ വഖഫ് ബൈ യൂസറിന് നിയമപരമായ സാധുതയുണ്ടായിരുന്നു, അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ 1925 മുൻപ് ഈ ഇന്ത്യയിലുള്ള വഖഫ് ബൈ യൂസർ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ വഖഫ് പ്രോപ്പർട്ടിക്കും നിയമപരമായ സാധുതയുണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ സുജയ? 8 ലക്ഷം വഖഫ് പ്രോപ്പർട്ടികളിൽ 4 ലക്ഷം വഖഫ് പ്രോപ്പർട്ടിയും ഇതേപോലെ 1925 മുമ്പ് വഖഫ് ബൈ യൂസറായി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആ വഖഫ് ബൈ യൂസർ എന്നുള്ള ഈ 4 ലക്ഷത്തോളം പ്രോപ്പർട്ടി ഇന്ന് അസാധുവാകുന്ന സാഹചര്യം ഉണ്ടാവും. ഈ രാജ്യത്ത് കലാപം ഉണ്ടാവാൻ മറ്റൊരു വഴി വേണോ? അതല്ലേ നമ്മൾ മുർഷിദാബാദിൽ കണ്ടത്? 3 പേരുടെ ജീവനെടുത്തു ഈ ആക്ടിന്റെ ഭേദഗതി. 3 ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെടുത്തു മുർഷിദാബാദിൽ 24 പർഗാനസിൽ. കേന്ദ്ര സർക്കാർ അവരുടെ ലക്ഷ്യം കണ്ടു. ആ മതപരമായിട്ടുള്ള ഒരു വർഗീയ സ്വഭാവം അവിടെ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു മനുഷ്യര്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതല്ലാതെ ഇവിടെയുള്ള മുസ്ലിം പ്രോപ്പർട്ടി സംരക്ഷിക്കാനോ അതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയുടെ സ്വത്ത് സംരക്ഷിക്കാനോ ഉള്ള നീക്കമായിട്ടല്ല. അപ്പോൾ 2 ഭേദഗതികളും, ഒന്ന് വഖഫ് ബൈ യൂസറായിട്ടോ അതല്ലാതെയോ 1925 മുമ്പോ ഇതുവരെയോ പ്രഖ്യാപിച്ചിരിക്കുന്ന വഖഫ് പ്രോപ്പർട്ടിയിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. ഡി നോട്ടിഫിക്കേഷൻ ക്ലോസ് മരവിപ്പിച്ചു. 2 അപ്പോയിന്റ്മെന്റ് ക്ലോസ് മരവിപ്പിച്ചു. സുജയ, ഇത് സ്റ്റേ തന്നെയാണ്. സ്റ്റേക്ക് സമാനമായ മരവിപ്പിക്കലാണ്. മെയ് 5-ാം തീയതി വരെയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മെയ് 5-ാം തീയതിക്ക് ശേഷവും ഈ വിഷയത്തിൽ ആ സ്റ്റേ തുടരുമെന്നാണ്. അത് അന്തിമ വിധി വരെ ഈ സ്റ്റേ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ഇതിൽ. 5 വർഷം മുസ്ലിം ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വഖഫ് ചെയ്യാൻ പറ്റൂ. സുപ്രീം കോടതി ചോദിച്ചത് എന്ത് നിയമമാണെന്നാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകർ ചോദിച്ചത്. നിങ്ങൾ മുസ്ലിം ആകണമോ മുസ്ലിം അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ. അതാണ് ചോദിക്കുന്നത്. കപിൽ സിബൽ ചോദിക്കുക, അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ റദ്ദ് ചെയ്യുന്നത് എന്താ? എന്റെ മതപരമായിട്ടുള്ള ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള അവകാശമാണ്. എന്റെ ഫെയ്ത്ത്, എന്റെ മതം അത് ഏതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനല്ല. ഞാൻ തീരുമാനിക്കുകയാണ് എന്റെ മതം ഇതാണ് എന്ന്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ ആ മതവിശ്വാസിയാണ്. അതിന് 5 വർഷം നിങ്ങൾ ഇസ്ലാം മതം പിന്തുടരണം എന്നുള്ള ക്ലോസ് കൊണ്ടുവരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ 5 വർഷത്തേക്ക് ആ മൗലികാവകാശത്തിന്റെ നിഷേധമാണ് നടപ്പിലാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് നിലവിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായവുമായി മെയ് 5-ാം തീയതിയുള്ള ഇന്ത്യൻ വിധിക്ക് മുമ്പായിട്ടുള്ള നിരീക്ഷണങ്ങളും ഇടക്കാല ഉത്തരവിന് മുൻപായിട്ടുള്ള ഉത്തരവുകളിലും പ്രകടമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയ പ്രതീക്ഷകൾക്കേറ്റ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് എന്റെ ടേക്ക്. അത് സ്റ്റേക്ക് സമാനമായ മരവിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മരവിപ്പ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ജഗദീപ് ധൻഖറുടെ ഇടപെടലുണ്ടായത്. ഈ വിഷയത്തിലല്ല, മറ്റൊരു വിഷയത്തിലാണെങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള 2 നിരീക്ഷണങ്ങളാണ് കേന്ദ്ര സർക്കാരിന് ആഘാതമായി മാറുന്നത്. ഒന്ന്, ഗവർണർ ഉപയോഗിച്ചുള്ള കളിക്ക് സുപ്രീം കോടതിയുടെ ചെക്ക്. 2, വഖഫ് ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുകയും ആ സാധ്യതയിൽ നിന്ന് ഒരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം, ഒരു വംശീയ സ്വഭാവമുള്ള ഒരു നിയമനിർമ്മാണത്തിന് സുപ്രീം കോടതിയുടെ താക്കീത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 2 വിധികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് സുവർണ ലിപികളിൽ, ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന മറ്റൊരു വിധിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മെയ് 5-ാം തീയതി നമുക്ക് ബാക്കി കാണാം. പല ചോദ്യങ്ങൾക്കും സോളിസിറ്റർ ജനറൽ ഉത്തരവുണ്ടായിരുന്നില്ല സുജയ. അതിലൊരു ചോദ്യം ചോദിച്ചു, സെക്ഷൻ 2A പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പാർലമെന്റ് തീരുമാനിച്ചാൽ ഒരു കോടതി വിധി അങ്ങ് റദ്ദ് ചെയ്യാൻ പറ്റുമെന്നാണോ എന്നാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് സോളിസിറ്റർ ജനറൽ മറുപടിയേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ലിനെ ആ അർത്ഥത്തിൽ അവഹേളിക്കേണ്ടിയിരുന്നില്ല. JPC-യിൽ വെച്ച് മാന്യമായി പ്രതിപക്ഷം പറഞ്ഞ ഭേദഗതികൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ നാണം കെടേണ്ടി വരില്ലായിരുന്നു എന്നതാണ് എന്റെ ടേക്ക്. Meet the editors.